അപ്പൊ ഫേസ് ആണ് ഫിസിക്കലാണ്. ഞങ്ങൾ എല്ലാവരും കൂടി എടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഫിസിക് ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ചെയ്യുക. ഞാനിപ്പോ ഞാൻ ഉദ്ദേശം പറഞ്ഞ എനിക്ക് ഫിസിക് ഇല്ല വിചാരിക്കുക, ഒരു വേറെ ആൾക്ക് ഫിസിക് ഉണ്ട് വിചാരിക്കുക, ഓ ഇങ്ങനെ പന്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ഫിസിക്കൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പന്തെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും മറ്റേ ആളപ്പൊ ഇങ്ങനെ ചവിട്ടി പന്തെടുക്കും. അതാണ് ഫിസിക്കൽ പവർ. അപ്പൊ ഈ ഫിസിക്കൽ പവർ നല്ലോണം വേണം. അപ്പൊ നമുക്ക് ഈ ഫിസിക്കൽ പവറിനെ കുറിച്ച് പഠിക്കാം. വാ. അപ്പൊ ഈ ഫിസിക്കൽ പവർ കൂട്ടണമെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ വെച്ചാണ്ടല്ലോ, ഈ ഫിസിക്കൽ പവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്നും എക്സസൈസ് ചെയ്യണം. അപ്പൊ പിന്നെ എന്നും എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ ഫിസിക്കൽ പവർ നിങ്ങൾക്ക് അതിൽ കൂടെ കൂട്ടാൻ കഴിയും. അത് മാത്രമേ നിങ്ങളുടെ ആരോഗ്യം കൂടി കൂടും. കുറെ ആൾക്കാരത് കൂടുതൽ ചെയ്യാറില്ല. അപ്പൊ നമുക്കിനി ഫേസ് 2 കിടക്കാം. അപ്പൊ ഇതാണോ ഫേസ് 2. ഈ ഫേസ് 2 എന്ന് പറഞ്ഞ സ്പീഡാണ്. കൂടുതൽ ആൾക്കാർക്ക് സ്പീഡില്ല. ഇതിപ്പോ ഞാനാണ് ഒരു ഉദ്ദേശം, ഇന്ത്യയിൽ തീരെ സ്പീഡില്ല, വേറെ ഒരുത്തം വരികയാണ്. അപ്പൊ ഓന് സ്പീഡ് നല്ലോണം കൂടുതലുണ്ട്. അപ്പൊ ഓൻ എങ്ങനെ വരികയാണ് നല്ല സ്പീഡില്. നമ്മൾ ഓൻ്റെ ഒപ്പം ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കും, പക്ഷെ നമുക്ക് കഴിയില്ല, കാരണം അത്ര സ്പീഡില്ലല്ലോ. അതാണിത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്നും കൂടി ഇതിൽ പറയാം. എന്നുവെച്ചാൽ ഒരാള് ഇവിടെ നിൽക്കുകയാണ്, എന്ന് വെച്ചാൽ ഞാനാണിപ്പോ വിചാരിക്കുക. അപ്പൊ വേറെ ആൾക്ക് കുറെ സ്പീഡ് ഉണ്ട്, നമുക്ക് അത്ര സ്പീഡില്ല. അപ്പൊ നമ്മളിങ്ങനെ ഓടി വെക്കുമ്പോഴത്തേക്ക് അയാൾക്ക് ഇങ്ങനെ പോയിട്ട് നമുക്ക് ഗോൾ എടുക്കാം. അങ്ങനെയൊക്കെ ഗോൾ അടിക്കാം. അത് നിങ്ങൾ എന്നും ഓട്ട മത്സരം അല്ലെങ്കിൽ എന്തെങ്കിലും ഓടിങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവിടെ പോകും. അപ്പൊ ഈ സ്പീഡപ്പിന് ഒരു ട്രിക്ക് ഉണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മൾ ജമ്പ് ചെയ്യണം, അതിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ സ്പീഡ് നമുക്ക് കിട്ടും. വീശാലും വീശും, അങ്ങനെ നല്ല കൂടുതൽ സ്പീഡ് കിട്ടും. പിന്നെ ഒരു റേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വേറെയാണ്. അതിന് നമ്മൾ എപ്പോഴും ലാസ്റ്റ് സെക്കൻഡ് നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു ഇത് കിട്ടും, സ്പീഡ് കിട്ടും. പിന്നെ ഇതാണ്. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ ഈ സ്പീഡപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഓടി ഇതൊക്കെ ആക്കണം. എന്നും ഇത് ചെയ്യണം കേട്ടോ, എന്നും ചെയ്യണം ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോഴേ നിങ്ങൾക്ക് ഊർജം ഇതൊക്കെ ശക്തിയൊക്കെ കിട്ടും. അപ്പൊ നമുക്കിനി നേരെ ഫേസ് 3 കിടക്കാം ഗൈസ്. അടുത്തതാണ് ഡ്രിബ്ലിങ്ങും ഡിഫെൻഡിങ്ങും. ഈ ഡ്രിബ്ലിങ്ങും ഡിഫെൻഡിങ്ങും ഇല്ലാത്ത ആൾക്കാര് ആർക്കും കൂടുതൽ ജയിക്കാൻ കഴിയില്ല. കൂടുതൽ ജയിക്കണമെങ്കിൽ നമ്മൾ ഡ്രിബ്ലിങ്ങും ഇതൊക്കെ ചെയ്യണം. അപ്പൊ നമുക്കിനി ഡ്രിബ്ലിങ്ങും ഡിഫെൻഡിങ്ങും എങ്ങനെ ചെയ്യാഞ്ഞാല് എല്ലാം ഞാൻ സ്റ്റെപ്പ് നമുക്ക് ചെയ്യോക്കാം. അപ്പൊ നമ്മൾ ഈ ഡ്രിബ്ലിങ്ങും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഡ്രിബ്ലിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ ആക്കി ഇങ്ങോട്ട് വരും. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ ആക്കി കുറെ പഠിക്കാനുണ്ട് കുറെ. ഇപ്പൊ നിങ്ങൾക്ക് റെയിൻബോ എന്നുള്ള ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ല് ഭയങ്കര ടഫാണ്, പക്ഷെ എനിക്ക് ചെയ്യാറ്. ഇങ്ങനെ കൂടണം, അങ്ങനെ കൂടണം. അതേമാതിരി കുറെ സ്കില്ലുണ്ട് ഗൈസ്. പിന്നെ ഒരെണ്ണം സ്പിന്നിങ് വീലാ. സ്പിന്നിങ് വീലാ തോന്നുന്നു. ആ ഒരു സ്കില്ലുണ്ട്, അതും എൻ്റെ ഫേവറേറ്റ് സ്കില്ലാണ്. ഇത് തെറ്റിയതാ കേട്ടോ, എന്റെ കാല് ഞാൻ ഇവിടെ ചവിട്ടി വെക്കാണ്. ഇത് ആണ് ഒരു സ്കില്ല്. അങ്ങനെ നമ്മൾ സ്കില്ല് ചെയ്ത് നമ്മൾ തന്നെ പഠിക്കും. ഇപ്പൊ നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ നെയ്മർ ജൂനിയറിന്റെ പ്രൈം ഒക്കെ നോക്കിയാൽ മതി, അതിൽ കുറെ സ്കിൽസ് കാണാം. അപ്പൊ നമുക്ക് ഇനി ഡിഫെൻഡിങ്ങിലോട്ട് പോകുക. അപ്പൊ ഈ ഡിഫെൻഡിങ്ങിലോട്ട് എന്ന് പറഞ്ഞാല് കുറെ ഡിഫൻഡർ എന്ന് പറഞ്ഞ ഒരു ടീമില്ലെങ്കിൽ ആ ടീം എന്തായാലും തോൽക്കും. കാരണം ഡിഫൻഡറാണ് നമ്മളെ സ്ട്രൈക്കറിനെ കഴിഞ്ഞുള്ള ഏറ്റവും മെയിൻ. അപ്പൊ ഈ ഡിഫൻഡർ ഇല്ലെങ്കിൽ
ഒരിക്കലും സ്ട്രൈക്കറും ഇല്ല. ഈ ഡിഫൻഡറും സ്ട്രൈക്കറും കൂടുതലുള്ള ഞാൻ പറഞ്ഞത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരൂല. ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഡിഫെൻഡിങ് ഒന്ന് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടെങ്കിലും വേണം. നമ്മൾ കുറെ മാച്ചിലൊക്കെ പോയിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. ഈ ഡിഫെൻഡിങ് പറഞ്ഞാൽ അത്ര പാടല്ല, പക്ഷെ ഭയങ്കര പാടുവാണെന്നാണ് ഒരേ ടൈമില്. നമ്മളിത് ഒറ്റയ്ക്ക് എന്തായാലും ഒരു ഇതൊന്നും കിട്ടത്തില്ല. നമ്മളിങ്ങനെ തടയൂല, അതിനാണ് നമ്മൾ ഡിഫൻഡർ ഉള്ളത്. ഈ ഡിഫൻഡറിന്റെ മെയിൻ പരിപാടി എന്താ ഉണ്ടല്ലോ, ഈ ഡിഫൻഡേഴ്സ് എല്ലാരും എപ്പോഴും ഇങ്ങനെ അടിക്കൂല, കാരണം അവർക്ക് അടിക്കുന്ന ഇതുണ്ടാവില്ല. ഞാനൊരു സ്ട്രൈക്കറാണ് വിചാരിക്കുക, അപ്പൊ ഇതൊരു ഡിഫൻഡറാണ് വിചാരിക്കുക. ഞാൻ അപ്പുറത്തെ ടീമിന്റെ സ്ട്രൈക്കറും ആ ഡിഫൻഡർ അപ്പുറത്തെ ടീമിന്റെ ഡിഫൻഡറാണ്. അപ്പൊ ഞാൻ ഒരു പൊട്ട സ്ട്രൈക്കറാണ് വിചാരിക്കുക, അതൊരു ഹൈ ക്ലാസ് ഡിഫൻഡറാണ് വിചാരിക്കുക. അപ്പൊ ഞാൻ അതിനെ ട്രിപ്പിൾ ചെയ്യാൻ പോയി. അപ്പൊ ഡിഫൻഡർ ഏറ്റവും കൂടുതൽ ചെയ്യാൻ എന്താ വിചാരിച്ചാല് ഒരു പന്തുമക്ക് അടിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ അടിക്കില്ല, ഒരു ഭയങ്കര പവറിൽ അടിക്കും. മിഡ്ഫീൽഡേഴ്സ് അങ്ങനല്ല. മിഡ്ഫീൽഡേഴ്സ് ഒരു ലോ ടച്ച് കൊടുത്തിട്ട്